ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? അനുഷ്ക ദീദി വന്നിട്ടുണ്ട്. ഇന്നും അനുഷ്കയെ അപമാനിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇത്തവണ ഞാൻ വെറുതെ വിടില്ല. താഴേക്ക് വാ. ദാ വരുന്നുണ്ട്. ഹലോ അനുഷ്ക മാം, സുഖമാണോ? അനുഷ്ക മാമോ? കൃഷ്, നമ്മുടെ ഇടയില് ഇത്ര ഫോർമാലിറ്റി എപ്പോഴാ വന്നത്? അനുഷ്ക കൂടി അറിഞ്ഞുകൊണ്ടാണോ അവനെ ജയിലിലടച്ചത്? അവളുടെ ഇപ്പോഴത്തെ പെട്ടെന്നുള്ള ഈ സ്നേഹത്തിന്റെ പിന്നിൽ എന്തായിരിക്കും? വാവ്, സ്വന്തം കുഴി നീ തന്നെ തോണ്ടുവെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അനുഷ്ക ദീദിയോട് ഇങ്ങനെ തണുത്ത സ്വരത്തിൽ സംസാരിച്ചാൽ ജിൻഡാൽ കുടുംബത്തിൽ നിനക്കുണ്ടായിരുന്ന ചെറിയ സ്ഥാനവും ഇനി ഇല്ലാതാകും. അതിനുശേഷം കമ്പനിയിലെ എല്ലാ ഷെയറും സ്വത്തും ഞങ്ങൾക്ക് മാത്രമായിരിക്കും. എന്റെ അനുഷ്ക ചേച്ചിയുടെ മുന്നിൽ ഇങ്ങനെ അഹങ്കാരം കാണിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? മതി മതി, ഇനി ഒരക്ഷരം മിണ്ടരുത്. ചേച്ചി, ഈ ധിക്കാരിയെ 3 വർഷം കാത്തിരുന്നതിന്റെ പ്രതിഫലമാണോ ഇത്? ഇപ്പൊ ഇയാള് നിങ്ങളോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത് ഞാനൊരിക്കലും സഹിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ മതീന്ന്. ഇനി ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കേ. നീയാണ് എന്റെ ജീവിതം അനുഷ്ക. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നോളാം, എന്നിട്ട് കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. വാ കഴിക്കാം. ഏയ് നിർത്ത്. നായ്ക്കൾക്ക് നെയ്യ് ദഹിക്കില്ലെന്നറിയില്ലേ? കൃഷ്, നന്നായി കഴിക്കും മോനെ. ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയത്. നീ ആകെ മെലിഞ്ഞുപോയി. ഇതെല്ലാം എന്റെ തെറ്റാ. ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. എന്തായാലും ഇപ്പൊ നന്നായി കഴിക്കും. പഴങ്ങളെ പിന്നെ കഴിക്കാം. ഇവര് പറഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കണ്ട. അമ്മേ, എല്ലാത്തിനും സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്ത്. ഇതിൽ അമ്മയുടെ തെറ്റൊന്നുമില്ല. തെറ്റ് ബ്രദർ ഇൻ ലോയുടേതാ. ബ്രദർ ഇൻ ലോ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഇന്ന് ജിന്തൽ കുടുംബത്തിന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് പഴയ കാര്യങ്ങൾ പറഞ്ഞ് ആരും ഇന്നത്തെ സന്തോഷം കളയരുത്. വരൂ, എല്ലാവരും ചിയേഴ്സ് പറയും. എല്ലാവരും, കൃഷ് ഒഴികെ. നിങ്ങൾക്ക് അത്ര എളുപ്പത്തിലെല്ലാം മറക്കാമെന്ന് പറയാം. പക്ഷെ കഴിഞ്ഞ 3 വർഷമായി ഞാൻ അനുഭവിച്ച നരകം അതെനിക്ക് മറക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നോട് ചെയ്തത് എനിക്ക് ഒരിക്കലും മറക്കാനും ക്ഷമിക്കാനും കഴിയില്ല. എനിക്കറിയാം ബ്രദർ ഇൻ ലോ. ആ 3 വർഷത്തിന്റെ ഭാരം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ ഞാൻ നിങ്ങളുടെ മാപ്പ് പറയാം. ഐ എം സോറി ബ്രദർ ഇൻ ലോ. ഓ, ബ്രദർ ഇൻ ലോ, ഈ ബോട്ടിൽ കാണുന്നുണ്ടോ? ഇതിന്റെ വില 3 കോടി രൂപയാ. നിന്നെ പോലെയുള്ള ഒരാൾക്ക് ഇതിന്റെ മണം പോലും അറിയാൻ യോഗ്യതയില്ല. ദാ നിന്റെ 3 കോടി. ബ്രദർ ഇൻ ലോ, ടു ദ ന്യൂ ബിഗിനിങ്സ്. എന്നോട് ക്ഷമിക്കണം. ഇതിലെല്ലാം തെറ്റ് എന്റേതാണ്. അതുകൊണ്ടാണ് ഇന്ന് ജിൻഡാൽ കുടുംബത്തിന് ഇത്ര പ്രധാനപ്പെട്ട ഈ ദിവസത്തിൽ എല്ലാവരുടെയും മുന്നിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നത്. ശരിക്കും സോറി ബ്രദർ ഇൻ ലോ. അനുഷ്ക ഇതിനകം തന്നെ ഒരുപാട് വിഷമത്തിലാ. ഇനി നമുക്ക് അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട, അല്ലേ? പ്ലീസ്. എന്റെ സംശയം ശരിയായിരുന്നു.
എന്നെ വീണ്ടും അപമാനിക്കാനാണ് നിങ്ങൾ ഈ ഡിന്നറിലേക്ക് വിളിച്ചത്. പക്ഷേ ഞാൻ എല്ലാം മറന്ന് നിങ്ങളോട് എല്ലാവരോടും ക്ഷമിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. കാരണം എനിക്കൊന്നും മറക്കാൻ കഴിയില്ല. നിങ്ങളോട് ആരോടും ക്ഷമിക്കാനും കഴിയില്ല. നിനക്ക് ഇത്ര അഹങ്കാരം എന്തിന്റെ പേരിലാ? ജിൻഡാൽ കുടുംബത്തെ അപമാനിക്കുന്നത് നിന്റെ ശീലമായി പോയല്ലോ. നിന്റെ മനസ്സ് മുഴുവൻ വിഷം നിറഞ്ഞതാ. അനന്യ പ്ലീസ് ഒന്ന് ശാന്തമാകൂ. ബ്രദറിലോന്റെ തെറ്റല്ല ഇത്. ഇതിലെല്ലാം തെറ്റ് എന്റെതാ. നിൽക്ക്, ഇന്ന് നീ എന്നെ തടയണ്ട. ഞാൻ പറയാനുള്ളത് പറയും. ബ്രദറിലോ നിന്റെ ആ നാണം കെട്ട പ്രവൃത്തി കാരണം ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് ഇവളാണ്. അപമാനം സഹിച്ചതും അവളാ. എന്നിട്ടും അവളാണ് ഇപ്പൊ നിന്നോട് മാപ്പ് പറയുന്നത്. ഞങ്ങളുടെ വികാരങ്ങൾക്ക് നിനക്കൊരു വിലയില്ലെങ്കിൽ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. കൃഷ്, എന്നോട് നിനക്ക് അല്പമെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ ഇത് കുടിക്ക്. അനുഷ്ക ചേച്ചി പ്ലീസ്, എന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കിടരുത്. ബ്രദറിലോയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അത് സാരമില്ല. തെറ്റെയ്തത് ഞാനല്ലേ. അത് നിങ്ങളുടെ ഇഷ്ടം. എല്ലാം നിങ്ങളുടെ തീരുമാനമാണ് മാഡം. ഇപ്പൊ സന്തോഷമായോ മാഡം? വൈൻ കുടിച്ചതോടെ നമ്മുടെ പ്ലാൻ ഒന്നുകൂടെ ഉറപ്പായി. അവൻ വീണ്ടും നമ്മുടെ വലയിൽ വീണു. ഇനി നിന്റെ കഥ കഴിഞ്ഞു. അപ്പൊ നിന്റെ ബ്രദറിലോ വൈൻ കുടിച്ചല്ലോ. അതോടെ ഈ വിഷയം കഴിഞ്ഞു. കുടുംബത്തിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഇനി എല്ലാരും അതൊക്കെ മറന്നേക്കൂ. കൃഷ്, 3 വർഷം മുൻപ് നിന്റെ തെറ്റ് തിരുത്താൻ നിനക്കൊരവസരം തന്നിരുന്നില്ലേ? സിംഗപ്പൂർ ബ്രാഞ്ചിന്റെ ഹെഡായി നിന്നെ അവിടേക്ക് അയച്ചു. ആ ബ്രാഞ്ചിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞ് എല്ലാ വർഷവും നീ എനിക്ക് ഇമെയിൽ അയച്ചിരുന്നു. ഞാൻ അതെല്ലാം അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ ആ കമ്പനി വലിയ നഷ്ടത്തില്. അതിന് നിന്റെ കയ്യിൽ എന്ത് മറുപടിയാ ഉള്ളത്? അപ്പൊ കഴിഞ്ഞ 3 വർഷം ഞാൻ സിംഗപ്പൂരിലല്ല, ജയിലിലായിരുന്നു എന്ന് അനുഷ്കയ്ക്ക് ശരിക്കും അറിയില്ലേ? അപ്പോ ആദ്യം എന്നെ ജയിലിൽ അയച്ചു, പിന്നെ സിംഗപ്പൂർ എന്ന കള്ളക്കഥ പറഞ്ഞു. ഇതെല്ലാം ഇവരുടെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഇതിന്റെ പിന്നിൽ നീയാണോ? അതെ, ഞാൻ ചെയ്തതെല്ലാം അനുഷ്ക ദീദിക്ക് വേണ്ടിയാ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും വർഷം കൃഷിയിൽ നിന്ന് അകന്നിരുന്നിട്ടും അവനോടുള്ള ചേച്ചിയുടെ സ്നേഹം ഒട്ടും കുറഞ്ഞിട്ടില്ല. പക്ഷെ സത്യം പറഞ്ഞ കൃഷ് അതിന് അർഹനല്ല. അതുകൊണ്ടാണ് ഞാൻ ദീദിയോട് കള്ളം പറഞ്ഞത്. കൃഷ് സിംഗപ്പൂരിലല്ല, ജയിലിലാണെന്ന കാര്യം ഞാൻ അവളിൽ നിന്ന് മറച്ചുവെച്ചു. പിന്നെ ആ സിംഗപ്പൂർ കമ്പനിയോ, അത് ഞാൻ മനഃപൂർവ്വം നഷ്ടത്തിലാക്കി. കാരണം ഇയാൾ അവിടെ ഉണ്ടായിരുന്നാലും കമ്പനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇയാളെപ്പോലെ ഒരു വിലയില്ലാത്ത ആളിന് നമ്മുടെ കമ്പനിയുടെ 1% ഷെയർ പോലും കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൊള്ളാം, നല്ല പ്ലാനാ. അപ്പൊ പാവം ജീജു കൃഷ് പൂർണ്ണമായി കുടുങ്ങിയല്ലോ. പാവോ? ഇയാളോ? ഇയാൾക്ക് കിട്ടേണ്ടതിലും അധികം കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്തതെല്ലാം നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. പിന്നെ അനുഷ്കയ്ക്ക് വേണ്ടി എനിക്ക് എന്തും ചെയ്യാൻ കഴിയും. എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയണം അനുഷ്ക. കഴിഞ്ഞ 3 വർഷമായി ഞാൻ സിംഗപ്പൂരിലല്ല, ജയിലിലായിരുന്നു എന്ന കാര്യം നിനക്ക് ശരിക്കും അറിയില്ലായിരുന്നോ? ജയിലിലായിരുന്നോ? നമ്മൾ ഭർത്താവും ഭാര്യയുമല്ലേ, സന്തോഷവും ദുഃഖവും പങ്കിടേണ്ടവരാണ്. എന്നിട്ടും നിനക്കതറിയില്ലേ? പറയ അനുഷ്ക, എല്ലാം അറിഞ്ഞിട്ടും നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? അവിടെ ഞാൻ ഓരോ ശ്വാസത്തിനും വേണ്ടി പൊരുതുമ്പോ നിന്റെ ശ്രദ്ധ മുഴുവൻ സിംഗപ്പൂരിലെ കമ്പനിയിൽ മാത്രമായിരുന്നു. അതിനപ്പുറം നിനക്കൊന്നും പ്രധാനമല്ലായിരുന്നു. അപ്പോ നീ ശരിക്കും ജയിലിലായിരുന്നോ? മതി ബ്രദറിൻലോ, ഈ അസംബന്ധം ഇനി നിർത്ത്. നിന്റെ തെറ്റ് തിരുത്താൻ ഞങ്ങൾ നിനക്ക് എത്രയോ അവസരങ്ങൾ തന്നു. എന്നിട്ടും ഇപ്പൊ കുറ്റം മുഴുവൻ ഞങ്ങളുടെ മേൽ ചുമത്തുക. ആണില്ലായ്മയ്ക്കും ഒരു പരിധിയുണ്ട്. ഇനി നീ പറയുന്നത് എന്താ? സിംഗപ്പൂരിൽ നിന്ന് ചേച്ചിക്ക് മെയിൽ അയച്ചത് പിന്നെ ഞാനാണോ? ആ ഇമെയിലുകൾ ആരാണ്, എന്തിനാണ് അയച്ചിരുന്നതെന്ന് നിനക്കും നിന്റെ കുടുംബത്തിനും നന്നായി അറിയാം. മതി ബ്രദറിലോ. ജയിലിന്റെ കഥയാണെങ്കിലും ആരോപണങ്ങളുടെ പട്ടികയാണെങ്കിലും കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തുക നീ. എക്സാക്ട്ലി. അതുമല്ല എന്റെ ചേച്ചിയെ വൈകാരികമായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാ നീ. സത്യം പറ, നിനക്കൊട്ടും നാണമില്ലേ? വീട് അനന്യ, അതൊക്കെ വിട്ടേക്ക്. എങ്ങനെ വിട്ടേക്കാനാണമ്മേ? ഇയാൾ എങ്ങനെയാണ് അനുഷ്കയെ ഇമോഷണലായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് കാണുന്നില്ലേ? ഇപ്പോഴാണോ ഇയാൾക്ക് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം ഓർമ്മ വന്നത്?
ഇയാൾക്ക് എന്നെയോ അനുഷ്കയെയോ കുറിച്ച് ഒരു കരുതലുമില്ല. മോനെ, അനന്യ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട. അവൾക്ക് അവളുടെ ചേച്ചിയെ ജീവനാ. അതുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നത്. നിങ്ങൾ ഇരുവരും തമ്മിൽ വലിയ അകലം വന്നിട്ടുണ്ടെന്ന് നിനക്കും അറിയാം. പക്ഷെ നിന്റെ പെരുമാറ്റവും ശരിയായിരുന്നില്ല. നിന്റെ ഭാഗത്തും തെറ്റുണ്ട്. അതുകൊണ്ട് ആ തെറ്റിന് നീയും മാപ്പ് പറയണം. നിങ്ങൾ പറഞ്ഞത് ശരിയാ. തെറ്റ് മുഴുവൻ എന്റേതാണ്. അനുഷ്കയെ സ്വന്തമാക്കിയതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത്, അതെല്ലാം മനോഹരമായൊരു സ്വപ്നം മാത്രമായിരുന്നു. ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ജീവിതകാലം മുഴുവൻ ആ തെറ്റിൽ തന്നെ പിടിച്ചു നിൽക്കാനാണോ നിന്റെ തീരുമാനം? അനുഷ്ക, ഈ 3 വർഷത്തിനിടെ എനിക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു. നിന്റെ സ്നേഹം പോലും എനിക്ക് നഷ്ടമായി. അതിനുശേഷം എനിക്കിനി എന്താ ബാക്കിയുള്ളത്? ഞാൻ അതെല്ലാം പിന്നിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞു അനുഷ്ക. ശരി, നിന്നെ വീണ്ടും ഗ്രൂപ്പിന്റെ ഭാഗമാക്കാനായിരുന്നു എന്റെ തീരുമാനം. സിംഗപ്പൂരിലെ നഷ്ടമൊക്കെ ഉണ്ടായിട്ടും നിനക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നീ ഇപ്പോഴും നിന്റെ വാശിയിൽ തന്നെ നിൽക്കുകയാണ്. ആ വാശി നിന്റെ ജീവിതം തകർക്കും. ആ നാശത്തിലേക്ക് നിന്നെ പിന്തുണയ്ക്കാൻ എനിക്കിനി കഴിയില്ല. നീ എന്നെ നേരത്തെ തന്നെ ഉപേക്ഷിച്ചു അനുഷ്ക. നമ്മുടെ സ്നേഹവും അവസാനിച്ചു. നമ്മുടെ വിവാഹം പോലും നീ മറന്നു. ഇനി എനിക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എന്റെ ശരീരത്തിലുള്ള ആ ഡിവൈസിന്റെ റിമോട്ട് ഇപ്പോഴും നിന്റെ കയ്യിലാ. അനുഷ്ക, സ്നേഹത്തോടെ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ നോക്ക്. എന്തായാലും നിങ്ങൾ ഇരുവരും ഭാര്യയും ഭർത്താവും അല്ലേ. ഇങ്ങനെയുള്ള ചെറിയ വഴക്കുകളൊക്കെ ദാമ്പത്യത്തിൽ സാധാരണമല്ലേ? അല്ല മമ്മി, ഞാൻ കൃഷ്ണനെ ഒരുപാട് വിശ്വസിച്ചു, ഒരുപാട് സ്നേഹിച്ചു. മാറാൻ 3 വർഷത്തെ സമയം പോലും ഞാൻ അവന് കൊടുത്തു. ഇനി അതൊന്നും വേണ്ട. നന്ദി അനുഷ്ക മാം. എനിക്ക് ഒരു അവസരം തന്നതിന് നന്ദി. എന്നെ വിശ്വസിച്ചതിനും നന്ദി. പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തിന് ഞാൻ അർഹനല്ലായിരുന്നിരിക്കാം. ഞാൻ പരാജയപ്പെട്ടു. നിങ്ങളെ അർഹിക്കുന്നവനുമല്ല. നിങ്ങളുടെ കമ്പനി നോക്കി നടത്താൻ കഴിവുള്ളവനുമല്ല. ഞാനൊരു പരാജയമാണ്. എനിക്ക് ആ അവസരം തന്നതിന് നന്ദി. കൃഷ്, ഇതിന് എന്നെയാണോ നീ കുറ്റപ്പെടുത്തുന്നത്? എന്താ നീ ഉദ്ദേശിക്കുന്നത്? കാർത്തിക്, മരുമോനെ ഒന്ന് സഹായിക്ക്. നോക്ക്, അവൻ ഒരുപാട് കുടിച്ചിരിക്കുന്നു. അവന് വാഷ്റൂമിലേക്ക് പോണം. കൊണ്ടുപോ. ശരി. മരുമോന് ഛർദ്ദിക്കാൻ വരുന്നത് പോലെയുണ്ട്. ബ്രദറിൻലോ, വരൂ, ഞാൻ കൊണ്ടുപോവാം. ബ്രദറിൻലോ, എങ്ങോട്ടാ പോകുന്നത്? കൃഷ്, എന്തായിരുന്നു ഇപ്പോഴത്തെ പെരുമാറ്റം? എനിക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചത്? എങ്ങനെ ഈ വേദന തുടങ്ങിയത്? എന്താ നീ ചെയ്യുന്നത്? ഇതെന്ത് മോശം പെരുമാറ്റാ? ഓ ബ്രദറില്ലോ, 3 വർഷം അവിടെ കിടന്നിട്ട് വന്നതുകൊണ്ട് നിനക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലേ? ഇങ്ങനെ എന്നോട് അടുത്ത് വരാനാണോ നോക്കുന്നത്? ഞാൻ നിന്നെ സ്നേഹിക്കാൻ ശ്രമിക്കാമെന്നോ? നിനക്കെന്താ ഭ്രാന്തായോ? കേൾക്കുന്നില്ലേ? ആ ഡ്രിങ്കിൽ എന്തോ കലർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഡ്രിങ്കിൽ കാർത്തിക് ഒരു മരുന്ന് കലർത്തിയിരുന്നു. അത് കുടിച്ചാ നിനക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ല. പിന്നെ സംഭവിക്കുന്നത് അത് തന്നെയാ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. മാറിപ്പോ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആദ്യം എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. 3 വർഷം ജയിലിൽ കിടന്ന് നരകിക്കാൻ വിട്ടു. ഒടുവില് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ബ്രദറിലോ, ഇതില് നിങ്ങളുടെ തെറ്റൊന്നുമില്ല. അനുഷ്കയുടെ കണക്കില് നിങ്ങൾ നമ്മുടെ കമ്പനിയുടെ സ്ഥാപകരിൽ ഒരാളാ. ഇപ്പൊ നമ്മുടെ കമ്പനി ടോപ്പ് 5-ലാ. കോടിക്കണക്കിന് ലാഭമാണ് കിട്ടുന്നത്. ആ ലാഭത്തിൽ ഒരു പങ്ക് നിങ്ങൾക്കും കൊടുക്കേണ്ടി വരും. അത് ഞങ്ങൾക്കൊരിക്കലും വേണ്ട. സോ യു നോ. അനുഷ്ക, നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ത്യജിച്ചു. പകരം എനിക്ക് കിട്ടിയത് നിന്റെ നിസ്സഹായത മാത്രമാണ്. നിന്റെ ഈ വെറുപ്പുളവാക്കുന്ന കുടുംബത്തിന്റെ യഥാർത്ഥ മുഖം നിനക്കറിയാമായിരുന്നെങ്കിൽ
ദീദി ദീദി പ്ലീസ് എന്നെ രക്ഷിക്കൂ. അയ്യോ പ്ലീസ് ചേട്ടാ ഇങ്ങനെ ചെയ്യല്ലേ, പ്ലീസ് എന്നെ വീട്. ദീദി നോക്ക്, അയ്യോ എന്നെ വീട്. ക്രിഷ് എന്തായി ചെയ്യുന്നത്? ആലോചിക്കുമ്പോ തന്നെ നിന്നെ എന്റെ മരുമകനാണെന്ന് പറയാൻ പോലും ലജ്ജ തോന്നുന്നു. ചേച്ചി, ഇനി ആലോചിക്കാൻ സമയമില്ല. ഇയാളെ ബ്രദർ ഇൻ ലോ എന്ന് തമാശയ്ക്ക് പോലും ഇനി വിളിക്കാൻ എനിക്ക് കഴിയില്ല. ഇപ്പൊ തന്നെ ഇയാൾ ഡിവോഴ്സ് ചെയ്. ഷനായക്ക് എന്താ സംഭവിക്കുന്നതെന്ന് കാണുന്നില്ലേ? അതെ ചേച്ചി, ഇപ്പോഴെങ്കിലും ഇയാളുടെ യഥാർത്ഥ മുഖം തിരിച്ചറി. ഇയാൾ വളരെ താഴ്ന്ന ചിന്താഗതിയുള്ള സ്വാർത്ഥന. ഇയാളെ ഡിവോഴ്സ് ചെയ്ത് സമാധാനത്തോടെ ഒരു പുതിയ ജീവിതം തുടങ്ങ്. ഓ, അപ്പൊ ഇതായിരുന്നു എല്ലാവരുടെയും പദ്ധതി. എന്നെ അനുഷ്കയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കുക. അതിനുവേണ്ടി നിങ്ങൾ എന്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ചു. അനുഷ്കയ്ക്കും അത് തന്നെയാണ് വേണ്ടതെങ്കിൽ ശരി, ഞാൻ ഈ വീട്ടിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പോയിക്കോളാം. അനുഷ്ക അവന്റെ നിരപരാധിത്വം തിരിച്ചറിയുമോ? അവളുടെ കുടുംബത്തിന്റെ തനി നിറം അവൾ തിരിച്ചറിയുമോ? ഈ കഥയുടെ ബാക്കി അറിയാൻ കേൾക്കൂ ഗുലാം ഘർ ജമായി. ഡൗൺലോഡ് പോക്കറ്റ് എഫ്എം ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.